ശ്രീ അനൂപ് ജേക്കബ് ന്യൂസ് മോർണിംഗിനൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ അനൂപ് ജേക്കബ്, സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്കൊപ്പം തന്നെ കൺഗ്രാറ്റുലേഷൻ. മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നു. ചർച്ചകളൊക്കെ തകൃതിയായി പുരോഗമിക്കുന്നു. അപ്പോൾ ഒരു ശുഭപ്രതീക്ഷയിലാണോ? ഗുഡ് മോർണിംഗ്, താങ്ക് യു. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് ഉപേക്ഷ ചർച്ചകളുണ്ട്, അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ആവും. ഓക്കെ, അപ്പോൾ ഏതാണ് നേരത്തെ ഉണ്ടായിരുന്ന കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെ ചോദിക്കാനാണോ പാർട്ടിയിൽ തീരുമാനം? അങ്ങനെ തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവരെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പറയും. അതിനുശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ ആസ് ഓഫ് നൗ ഞങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാർട്ടി എന്ന നിലയിൽ അങ്ങോട്ട് മുമ്പോട്ട് വെച്ചിട്ടില്ല. അതെ, അതായത് ഇന്ന വകുപ്പ് വേണമെന്നുള്ളൊരു ആവശ്യം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ വെച്ചിട്ടില്ല. അത് ഇന്നത്തെ ഉപേക്ഷ ചർച്ചയിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് 11 മണിക്കാണ് ചർച്ച പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ 10 വർഷത്തിന് ശേഷം വീണ്ടും ടീം യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുകയാണ്. ഇത്തവണ ഒരു നല്ല കൃത്യമായൊരു മാൻഡേറ്റ് ജനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ. അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി എങ്ങനെ കാണുന്നു? യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ 102 സീറ്റ് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലെ യു ഡി എഫ് വന്നത്. അപ്പോൾ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് വലിയ ഈ പറഞ്ഞതുപോലെ ടീം വർക്കായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. യു ഡി എഫ് മുമ്പോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ അതൊന്നൊന്നായി നടപ്പിലാക്കണം. അതിന് തീർച്ചയായിട്ടും മുൻഗണന നൽകുക എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ യു ഡി എഫ് എല്ലാ സമയത്തും മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവിനെ സംബന്ധിച്ച് ജനങ്ങൾ വളരെയേറെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ വെച്ചു. ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണ് ആരോഗ്യ കോൺക്ലേവ്, വിദ്യാഭ്യാസ കോൺക്ലേവ് അടക്കം നടത്തി, വ്യവസായികളെ ആയിട്ടുള്ള ചർച്ചകൾ നടത്തി. അങ്ങനെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ 5 വർഷം എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ പോലും കഴിഞ്ഞ 2 വർഷത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് ഇക്കാര്യത്തിൽ വന്നു. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ്സ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് ജനങ്ങൾ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു പകരം പദ്ധതി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് യു ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുള്ള ഒന്നാണ്. അപ്പം ഇന്നുണ്ടാവുന്ന ഒരുപാട് ന്യൂനതകൾ, പ്രശ്നങ്ങൾ എല്ലാ മേഖലകളും നമുക്കാണ്. ആരോഗ്യ മേഖലയാണെങ്കിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയാണ്, പൊതുവിതരണ മേഖലയാണെങ്കിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഒരു ക്രിയാത്മകമായ മാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്നതിൽ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ്. അത് തീർച്ചയായിട്ടും അതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, ശ്രീ അനൂപ് ജേക്കബ്, താങ്കൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മന്ത്രിസഭ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ആ രീതിയിൽ തുടക്കത്തിൽ തന്നെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നോ? ഇല്ല, അതിന് ആ രീതിയിലല്ല അതിനെ കണക്കാക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. അപ്പോൾ ഇതൊരു ഏകാധിപത്യ പാർട്ടിയോ മുന്നണിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് അതിനെടുത്ത ഒരു യൂഷ്വൽ പ്രൊസീജിയർ ടൈം മാത്രമാണ്. പക്ഷെ ആ സമയത്ത് ഇത് പലപ്പോഴും വൈകാരികമായ പ്രകടനങ്ങളിലേക്കൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു യൂഷ്വൽ ടൈമാണ് എടുത്തത്. അത് വളരെ ക്രിയാത്മകമായ ജനാധിപത്യ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് കാര്യങ്ങളിലേക്ക് കടന്നു. അതനുസരിച്ച് ഒരു തീരുമാനം ഹൈക്കമാൻഡ് മുമ്പോട്ട് വെച്ചു. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം പാർട്ടി ലീഡറെ എല്ലാവരും അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആസ് ഓഫ് നൗ അതൊരു ഇഷ്യൂ ആയി നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാത്രം എന്ന നിലയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ബഹുമാനരായ എല്ലാ നേതാക്കളും അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ നേതാവിനോടൊപ്പം അണിനിരക്കാനുള്ള കാര്യത്തിൽ ജേക്കബ് വിഭാഗം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നോ? എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പിന്നെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. രമേശ് ചെന്നിത്തല കൂടെ ആഭ്യന്തരമന്ത്രിയായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും അതൊക്കെ സ്വാഗതാർഹമായ കാര്യങ്ങളാണല്ലോ. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം അക്കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. അക്കാര്യത്തിൽ
യെസ്, വളരെയധികം നന്ദി ശ്രീ അനൂപ് ജേക്കബ് എത്രയും സമയം ചെലവഴിച്ചതിന്. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ വിജയം ആശംസിക്കുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. യെസ്, ശ്രീ അനൂപ് ജേക്കബാണ് ന്യൂസ് മോർണിംഗിനൊപ്പം ചേർന്നത്. അങ്ങനെ വലിയ ചർച്ചകളിലേക്ക് കടക്കുന്നു. പത്രികയോടുകൂടെ തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ, മന്ത്രിസ്ഥാനവും വകുപ്പുകളും ഒക്കെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ. ഇന്നങ്ങോട്ട് ചർച്ചകളുടെ ഒരു മാരത്തൺ ചർച്ചകളുടെ ദിനമാണ് നടക്കാനിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയും കൃത്യതയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.